കേരളത്തിലെ ചെറുപ്പക്കാരിന്ന് ഒരു അരക്ഷിതാവസ്ഥയിലാണ്. എന്തായിരിക്കും ഭാവി? അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ ചെറുപ്പക്കാരെത്തിയിരിക്കുകയാണ്. കാരണം കോവിഡിന് ശേഷം എല്ലാവരുടെ കയ്യിലും ഫോണാണ്. ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു. ലോകം മുഴുവനുള്ള മാറ്റങ്ങൾ കാണുന്നു. അതുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അവർക്കും കുറച്ച് സുഖസൗകര്യങ്ങൾ വേണം. ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ള സുഖസൗകര്യങ്ങൾ വേണം. അതിനെ പറ്റി വരുമാനം ഉണ്ടാകുന്ന ജോലി വേണം. ആ ജോലി കേരളത്തിലുണ്ടോ? കേരളത്തിലെ ശമ്പളം 10, 12, 15 ശരാശരി, അതിനേക്കാൾ കൊടുത്ത് കുറവാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി ജീവിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ടുകൂടാൻ ശ്രമിക്കുന്നത്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇനി ആ ഓട്ടം അതിൽ നിൽക്കാൻ പോകുന്നില്ല. കാരണം ഒരു ഭാഗത്ത് ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ചലനം, കുടിയേറ്റക്കാർക്കെതിരായിട്ട് ഉള്ള ഒരു റെസിസ്റ്റൻസ് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശബരിനാഥിനറിയാം, ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ അന്വേഷിച്ചാൽ മതി. അവിടെയൊക്കെ തന്നെ പിരിച്ചുവിടൽ ആരംഭിച്ചിട്ടുണ്ട്. 10 പേര് ചെയ്ത ജോലി 5 പേര് ചെയ്യാനായിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ കുറയുന്നു, പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ കുറയുന്നു. ചെറുപ്പക്കാർക്ക് ഇന്നത്തേതിനേക്കാൾ നല്ല വരുമാനം വേണം. അതിനെന്തെങ്കിലും പരിപാടി ഗവൺമെൻറ് കയ്യിലുണ്ടോ? അവർക്ക് പ്രത്യാശ കൊടുക്കുന്ന പരിപാടിയുണ്ടോ? എന്തെങ്കിലും പരിപാടി ഗവൺമെൻറ് കയ്യിലുണ്ടോ? സ്റ്റാർട്ടപ്പ് കൊണ്ട് കേരളത്തിലെ തൊഴിലായി പരിഹരിക്കാൻ പോകുന്നില്ല. സ്റ്റാർട്ടപ്പ് അതിനൊരു ഭാഗം മാത്രമാണ്. ഈ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്ന തൊഴിലിനേക്കാൾ എത്രയോ കൂടുതൽ തൊഴിൽ ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സ്വാശ്രയ മേഖലയിൽ നഴ്സിംഗ് കോളേജ് ഉണ്ടാക്കിയപ്പോഴായിട്ടുണ്ട്. എത്ര ലക്ഷം നഴ്സുമാരാണ്, മലയാള നഴ്സുകളാണ് ഇന്ന് ലോകം മുഴുവനുള്ളത്. സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗം മാത്രമാണ്. ഇന്നിപ്പോൾ നഴ്സിംഗ് കോളേജ് പുതുതായിട്ട് വേണമെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് വേണം, ഒരു കാലഘട്ടമാണ്. മറ്റ് എക്സ്പെർട്ടുകളുടെ ക്ലിയറൻസ് മാത്രം പോരാ, പൊളിറ്റിക്കൽ ക്ലിയറൻസ്. ഞാൻ ദീർഘമായി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ കൊണ്ട് മാത്രം കേരളത്തിലെ ഇന്നത്തെ പുതിയ തലമുറയുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാകാൻ സാധ്യമല്ല. സ്റ്റാർട്ടപ്പ് ഒരു ഭാഗം മാത്രമാണ്. ഇന്ന് അസ്വസ്ഥരായ, അരക്ഷിതരായ, രോഷാകുലരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കാൻ എന്താ പരിപാടി കേരള ഗവൺമെൻറ്റുള്ളത്? എന്തെങ്കിലും പരിപാടിയുണ്ടോ? അതിന് പരിപാടിയില്ലെങ്കിൽ കേരളം ഒരിക്കലും ഇതുവരെ കാണാത്ത അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ കേരള യുവത്വം, വിദ്യാർത്ഥികൾ തെരുവിറങ്ങുന്നൊരു കാലം വിദൂരമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഗവൺമെൻറ് കണ്ണു തുറക്കണം. വെറുതെ വാഗ്ദാനങ്ങൾ നൽകിയാൽ മാത്രം പോരാ, നടപ്പാക്കാൻ സാധിക്കണം. അതിന് ഇന്നത്തെ ഗവൺമെൻറ്റിന് കഴിയുമോ? അതല്ലാതെ എല്ലാ കാലത്തും വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിലെ ചെറുപ്പക്കാരെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളം വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കാർത്തികേയൻ ഉണ്ടായിരുന്നെങ്കിൽ, കാർത്തികേയനെ പോലുള്ള നേതാക്കന്മാർ അന്നുയർത്തിയ ആ ദിശാബോധം നൽകുന്ന മുദ്രാവാക്യങ്ങൾ, അതുമായിട്ട് ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ തെരുവിലിറങ്ങുമായിരുന്നു. രമേശേ, നിങ്ങൾ ആലോചിക്കുക എന്താ പരിഹാരമൊന്നും. ഞങ്ങളൊക്കെ പാസിങ് പേഴ്സാണ്, നിങ്ങൾക്കാണ് പാസ്. ഞാൻ യാഥാർത്ഥ്യബോധത്തിലാണ്. ഞങ്ങൾക്കൊന്നും ഇനി വലിയ സംഭാവന ചെയ്യാനൊന്നുമില്ല. പക്ഷെ കേരളത്തിലെ ചെറുപ്പക്കാർ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ആയിരിക്കുകയാണ്. അവരെ അധിക നാൾ മധുരഭാഷണം നടത്തി അടക്കി നിർത്താൻ സാധ്യമല്ല. കാരണം അവർക്ക് കോവിഡിന് ശേഷം വന്ന ഈ ലോകം മുഴുവൻ ബന്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കയ്യിൽ വന്നതിന് ശേഷം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ കേരളം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി പോലും പഠിച്ച് പുറത്തിറക്കുന്ന ചെറുപ്പക്കാർക്കില്ല. ജോലിയുണ്ട്, ശമ്പളമില്ല, വരുമാനമില്ല. അതുപോലെ ഞാൻ ടെക്നിക്കൽ എക്സ്പെർട്ടൊന്നുമല്ല, ഇവരൊക്കെയാണ്. പക്ഷെ ഞാൻ
അറിയാൻ ഓരോ ദിവസവും ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയും ഞാൻ എൻ്റെ സുഹൃത്തിനോടിനെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു AI-യുടെ നെഗറ്റീവ് ഇഫക്റ്റ് കേരളത്തിലും തുടങ്ങിയിരിക്കുന്നു, നമ്മുടെ IT കമ്പനികളിൽ തുടങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് വർക്ക് പ്രഷർ, മറുഭാഗത്ത് പിരിച്ചുവിടൽ നോട്ടീസ് തുടങ്ങിയിരിക്കുന്നു. എന്തെല്ലാം ജോലികൾ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടി അടക്കാൻ പോകുന്നു എന്നറിയില്ല. ഇതെല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവും അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവും കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാകണം.